അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതം കുട്ടിക്കാലവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും ഒക്കെ അടങ്ങിയതാണല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വം എന്നുള്ളത്. രണ്ട് ബലഹീനതയുടെ ഇടക്കുള്ള ഒരു സമയം. ചെറുപ്പകാലം അത്ര വലിയ ആരോഗ്യമുള്ള കാലമല്ലല്ലോ. പിന്നെ അങ്ങ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴും ചെറുപ്പത്തിൻ്റെ പല സ്വഭാവങ്ങളും അവനിൽ എത്തിച്ചേരുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബഹ യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. വളരെ സുന്ദരമായിട്ടാണ് യുവത്വത്തെ പരിചയപ്പെടുത്തുന്നത് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബലഹീനതയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒന്നിനും കഴിയുന്നില്ല. നേരാവണ്ണം സ്വന്തം കഴിക്കാൻ, ഭക്ഷണം കുടിക്കാൻ, അല്ലേ? ഉമ്മ അമ്മിഞ്ഞ പാലിലേക്ക് വായ വെച്ച് തരണം, എന്നാലേ കുടിക്കാൻ കഴിയുള്ളൂ. സ്വന്തമായിട്ട് അങ്ങോട്ട് തേടി ചെല്ലാൻ പോലും അവനക്ക് വഴിയറിയില്ല, കഴിയുന്നില്ല. നടക്കാൻ പിന്നെയാണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് മുട്ടിലെഴഞ്ഞിട്ടും കമിഴ്ന്ന് കടന്നിട്ടൊക്കെ ഏറെ കാലം അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബലഹീനതയുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ തരുന്നത്. നിന്ന് നിൽക്കാനും നടക്കാനും ചാടാനും ഓടാനും, അല്ലേ, എല്ലാത്തിനും കഴിയുന്ന നല്ലൊരു പ്രായം പിന്നീടാണ് വന്നത്. ശേഷവും വാർദ്ധക്യം, പഴയ ഒരവസ്ഥയിലേക്ക് ശരീരം ക്ഷീണിക്കുന്നു, നടക്കാൻ കഴിയാതെ ആകുന്നു, കുനിയുന്നു, മുതുകൊക്കെ വളയുന്നു, വളരെ പ്രയാസം. ഈ രണ്ട് ബലഹീനമായ ഒരു കാലഘട്ടം, അതിൻ്റെ ഇടയ്ക്കുള്ള നല്ലൊരു ആരോഗ്യമായ കാലഘട്ടമുണ്ട്, വളരെ പ്രധാനമാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അവനെ എത്തിക്കാൻ കാരണമാകുന്നൊരു സമയം. ആ സമയത്ത് നന്മ ചെയ്തോ അവൻ വിജയിക്കും. യുവത്വം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. മഹാന്മാർ പലരും വിജയിച്ചത് യുവത്വം മുതലാക്കിയിട്ടാണ്. നല്ല സമയം അവർ ഉപയോഗപ്പെടുത്തിയപ്പോൾ അവർ നന്മയിൽ മുന്തി വലിയ സ്ഥാനത്തേക്കെത്തി. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അസറ്റ് യുവാക്കളാണല്ലോ, അല്ലേ? ചൈനയും ഇന്ത്യയും കെടാക്കെടാണ്. ഇപ്പോൾ ഇന്ത്യ തന്നെ മുന്നേറിയിട്ടുണ്ടാകും. യുവത്വം അത് ഏറ്റവും കൂടുതലുള്ള നാട് ഏറ്റവും മുമ്പിലേക്കെത്തും, ഉറപ്പാണ്. അങ്ങനെയാണ് അവരുടെ പ്രവർത്തനവും അവരുടെ ഊർജ്ജസ്വലതയും. പ്രിയപ്പെട്ടവർ, 60 വയസ്സ് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏകദേശം ഒരു 21,900 ദിവസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ടാവും. അതിൽ അവൻ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട്? ഒരു ദിവസം 24 മണിക്കൂറിൽ നിന്ന് ഒരു 8 മണിക്കൂർ അവൻ ഉറങ്ങുകയാണെങ്കിൽ അതിൻ്റെ 1/3 ഉറങ്ങല്ലേ? അപ്പോൾ 60 വയസ്സ് ജീവിച്ച ആൾ അതിൻ്റെ ഒരു 1/3 20 കൊല്ലത്തോളം അവൻ ഉറക്കിലാണ്. ആ ബാക്കി ഉണർന്നു നിൽക്കുന്ന സമയം 40, അതിലവൻ്റെ ചെറുപ്പവും വാർദ്ധക്യമൊക്കെ കഴിച്ചാൽ എത്ര കുറച്ചേ ഉള്ളൂ അവൻ്റെ ഈ യുവത്വകാലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് നേരാവണ്ണം ഉപയോഗപ്പെടുത്തിയാൽ അവൻ്റെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പരിശുദ്ധമായ ഖുർആൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ചെറുപ്പക്കാരനായ കുട്ടിയോട് നന്മയിൽ മുന്താൻ ഉപദേശിക്കുകയാണ് വാപ്പ. ആ ഉപദേശം ഖുർആൻ എടുത്തു പറയണമെങ്കിൽ എത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമായിരിക്കും അത്. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി യുവത്വത്തെ ചെലവഴിച്ച ആൾ, അവൻ നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പാരത്രിക ലോകത്ത് അർശിൻ്റെ പ്രത്യേക തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭാഗമാണ് ചെറുപ്പക്കാരായ അള്ളാഹുവിനെ ആരാധിക്കുന്ന കൂട്ടുകാർ.
അവരോട് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുവിന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നാളെ ചോദ്യമുണ്ട് ഓരോരുത്തർക്കും. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമല്ലേ വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, നിൻ്റെ യുവത്വം എങ്ങനെയാണ് മോനെ ചെലവഴിച്ചത് എന്ന്. പല തോന്നിവാസങ്ങളിലേക്കും തെറ്റിലേക്കും അരാജകത്വത്തിലേക്കും ചെന്ന് ചാടാൻ വഴിപിഴപ്പിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള കെണിവലകൾ പടർന്നു നിൽക്കുന്ന ഈ കാലം, പല തെറ്റിലേക്കും ചെന്ന് വീഴാൻ സാധ്യതയുള്ളൊരു സമയം. ആ സമയത്ത് തെറ്റിൽ നിന്ന് മാറി നിന്ന് നന്മയിൽ മുന്തുക എന്നുള്ളത് വളരെയധികം സ്ഥാനം അവനക്ക് നാളെ ആഖിറത്തിൽ വാങ്ങിക്കൊടുക്കുന്നൊരു കാര്യമാണ്. അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് അവന് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷടാ എൻ്റെ എല്ലാ സമയവും നഷ്ടപ്പെട്ടു പോയല്ലോ. അലാ ലൈത ശബാബ യഊദു യൗമ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു എന്ന് കവി പാടിയതുപോലെ ഇതൊന്നും മടങ്ങി വരുമോ, ഇതൊന്നും മടങ്ങി വന്നിരുന്നെങ്കിൽ, എൻ്റെ യുവത്വം ഇനിയൊന്നും മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ വകയില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഈ സമയം ഇനി മടങ്ങി വരില്ലല്ലോ. അവൻ്റെ ഏറ്റവും നല്ല യൂത്തിൻ്റെ സമയം അത് വേണ്ട പോലെ നന്മയിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ വിജയികളായി തീരുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നബിമാർ, പ്രവാചകന്മാർ ഇവർ വന്നിട്ടുണ്ട്, ധാരാളം നബിമാർ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ യുവാക്കളായ സമയത്താണ് ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി 40ൻ്റെ നിറവിലാണല്ലോ അംഗീകരിക്കപ്പെടുന്നതും അവിടുന്ന് പ്രസിദ്ധപ്പെടുത്തുന്നതും എല്ലാവരോടും വിളംബരം ചെയ്യുന്നതും. നേരത്തെ നബിയാണെങ്കിലും 40 വയസ്സെത്തിയപ്പോഴാണ് നബൂവത്ത് കിട്ടിയ പരസ്യ പ്രസ്താവന നടന്നിട്ടുള്ളത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടിയ ആളുകളെ പരിശോധിക്കുമ്പോഴും നമുക്ക് അധികവും കാണാൻ കഴിയുന്നത് യുവാക്കളെയാണ്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ബഷീറായി നദീറായി വന്നവരാണ്. എന്നെ കൂടുതലും വിശ്വസിച്ചത്, എൻ്റെ കൂടെ കൂടിയത് യുവാക്കളാണ്. പ്രായം ചെന്നവർ എന്നെ പലരും കളവാക്കിയിട്ടുണ്ട്. അവർ അതിൽ നിന്ന് മാറിയിട്ടില്ല, പഴയ അവസ്ഥയിൽ തന്നെ നിന്നു. എൻ്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ്. ദാറുൽ അർഖം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആദ്യമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിൻ്റെ തുടക്കകാലം മുത്തുനബി താമസിച്ചത്, പ്രബോധനം രഹസ്യമായി നടത്തിയതൊക്കെ അർഖം എന്ന ചെറുപ്പക്കാരൻ്റെ യുവാവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അതാണ് ദാറുൽ അർഖം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച സ്വദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 37-38 വയസ്സ്. കൂടെ എല്ലാ നിലക്കും ബലമായി ധൈര്യമായി നിന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യാൻ ഊരിപ്പിടിച്ച വാളുമായി വന്നവരാ. പക്ഷേ പാതി വഴിയിൽ വെച്ചിട്ട് തന്നെ മനം മാറ്റമുണ്ടായി. പരിശുദ്ധമായ ഖുർആനിൻ്റെ സന്ദേശം ഖൽബിലേക്ക് ആഴ്ന്നിറങ്ങി. അള്ളാഹിൻ്റെ ഹബീബിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരു സമയമുണ്ട്. 27കാരനാണ്, ചെറുപ്പക്കാരനാണ്, യുവാവാണ്. പിന്നെ അവിടുന്ന് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നബിയെ നമ്മൾ ഹക്കിന്മേലല്ലേ? അതെ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനുണ്ട്, വരൂ, ഇറങ്ങൂ. പരസ്യമായിട്ട് തന്നെ വലിയ ധൈര്യം കൊടുത്തു. പ്രബോധനത്തിൻ്റെ വഴിയിൽ വലിയ താങ്ങും തണലുമായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം സഹായങ്ങൾ ഈ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിച്ചവരാണ്. 34 വയസ്സുകാരനായിരുന്നു എന്ന് കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദുകളാണ് ഞാൻ എണ്ണുന്നത്, വളരെ പ്രമുഖരായ സ്വഹാബികൾ. 10ാം വയസ്സിൽ വന്ന ചെറിയ പ്രായത്തിലേക്ക് കടന്നു വന്ന കുട്ടിയാണ് അലി ഇബ്നു അബി ത്വാലിബ്. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ഒരു ഏജ് അതാണ് ഇപ്പോൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരൻ്റെ മകനാ, നല്ല കൊട്ടാര സമാനമായ വീടാണ്. പക്ഷേ അവർ ഇസ്ലാമിൻ്റെ സന്ദേശം മനസ്സിലിറങ്ങിയപ്പോൾ, ആഖിറത്തിലെ ചിന്ത കൽബിലേക്ക് കയറിയപ്പോൾ പണത്തിൻ്റെ പിന്നാലെയോ സ്ഥാനങ്ങളുടെ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ വലിയ പളപളപ്പിൻ്റെ പിന്നാലെ പോയില്ല. ദുനിയാവ് കണ്ട് മതിമറന്നില്ല. ആഖിറം ലക്ഷ്യം വെച്ച് കൂടുതൽ നന്മയിൽ മുന്തണം, അതിന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടണം എന്ന് മനസ്സിലാക്കി കൊട്ടാരം വിട്ടിറങ്ങിയ നേതാവാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മറക്കരുത് ചെറുപ്പക്കാരൻ. കൂട്ടുകാരോട് സ്നേഹത്തോടെ ഈ നല്ല സമയം ധാരാളം തിന്മയിലേക്ക് നമ്മളെ വലവീശി പിടിക്കാൻ
പല മാർഗങ്ങളിലൂടെയും ആളുകൾ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ടത് നമ്മുടെ ക്വാളിറ്റിയുള്ള സമയം, അവർക്ക് വേണ്ടത് നമ്മുടെ ആരോഗ്യമുള്ള ഈ കാലം. അത് ഏത് രൂപത്തിൽ ചെലവഴിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ അവർ നീക്കും പോലെ, അവർ പറയും പോലെ അല്ല നമ്മൾ നടക്കേണ്ടതും ചലിക്കേണ്ടതും. അതുകൊണ്ട് നല്ല രൂപത്തിൽ, നല്ല വസ്ത്രം ധരിച്ച്, നല്ല ശീലത്തോടുകൂടെ മാതാപിതാക്കളെ ആദരിച്ച് ബഹുമാനിച്ച് സമൂഹത്തിന്, സമുദായത്തിന് ഗുണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ വലിയ റോൾ മോഡലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള നബിമാർ. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ യുവത്വകാലമായിരുന്നു അത്. അവർ നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം കാണാൻ കഴിയുമല്ലോ നമുക്ക്. അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ നാട് വിട്ടുപോയ 7 ചെറുപ്പക്കാർ ദിഖ്യാനൂസ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടവരാണവർ. അവരെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അള്ളാഹുവിലുള്ള ഈമാന് കൊണ്ട് അവർ ഉറച്ച ഈമാനിലായി വീട് വിട്ടിറങ്ങിയതാണ്. അള്ളാഹു സംരക്ഷിച്ചില്ല അവരെ. വലിയ പാഠമായി ഇന്നും ഖുർആൻ വായിക്കുന്നവർക്ക് എത്ര വർഷങ്ങൾ മുമ്പുള്ളവരെയാണ് പരിചയപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ചെറുപ്പക്കാരാണവർ. ഫിത്തിയത്തുൻ എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ഫത എന്ന് പറഞ്ഞാൽ യുവത്വം എന്നാണല്ലോ. അതുകൊണ്ട് നല്ല ഈ സമയം നന്മയിൽ മുന്തുക, കൂടുതൽ ഖൈറാത്തുകൾ ജീവിതത്തിൽ പെരുപ്പിക്കുക. പള്ളിയിലേക്ക് നടന്നു പോകാൻ ഇന്ന് ആരോഗ്യമുണ്ട്, നന്മ ചെയ്യാൻ ഇന്ന് ആരോഗ്യമുണ്ട്, മറ്റുള്ളവനെ ഹെൽപ്പാക്കാൻ, രോഗിയെ താങ്ങിയെടുക്കാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ ഇന്ന് നല്ല കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, ശാരീരിക ബലമുണ്ട്. ഉപയോഗപ്പെടുത്തുക. നാളെ വാർദ്ധക്യം ചെന്ന് കഴിയാതെ വരുമ്പം വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അന്നൊക്കെ ഒന്ന് പള്ളിയിൽ പോയിരുന്നെങ്കിൽ, അന്ന് ആ പാവങ്ങളെ സഹായിച്ചിരുന്നെങ്കിൽ, എൻ്റെ നല്ല സമയം ഞാൻ പീഡികത്തിന്നയിലും മങ്ങാടിയിലും മറ്റുമായിട്ട് സമയം തുലച്ച് കളഞ്ഞത് നഷ്ടപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ, അന്ന് നന്മയിലായി മുന്തിയിരുന്നെങ്കിൽ എന്ന് വിലപിച്ചിട്ട് കാര്യം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നല്ല സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തുമിൻ്റെ കൊട്ടാരത്തിലാണ്. സുന്നത്ത് ജീവിപ്പിക്കുന്ന വലിയ മഹാനാണ്. ഭക്ഷണം കഴിച്ചിട്ട് കയ്യിലുള്ള അവശിഷ്ടങ്ങൾ അതെല്ലാം വായിലേക്ക് അങ്ങനെ ഒപ്പിയെടുക്കുന്നു. എന്താ തിന്നാൻ കിട്ടാത്തവരെ പോലെ എന്ന് അവിടുന്ന് കളിയാക്കുന്നൊരു സ്വരം. പലപ്പോഴും നമ്മളെ സുന്നത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, നല്ല ചര്യയിൽ നിന്ന് മാറ്റി നിർത്താൻ പലരും ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത ചതിയാണത്. കളിയാക്കൽ, ആളെ ഇൻസൾട്ടാക്കൽ. എന്തടോ തിന്നാൻ കിട്ടാത്ത പോലെ എന്നൊക്കെ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മുഴുവനായിട്ടും പ്ലേറ്റിൽ നിന്നും വിരലിൽ നിന്നൊക്കെ കഴിച്ചെടുക്കണം, വൃത്തിയാക്കി അതിനെ മാറ്റണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ചര്യ പിൻപറ്റുകയാണ് റിബഈ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലാണുള്ളത്. അത് വിട്ടിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറില്ല. അതാണ് ചെറുപ്പം. നമ്മൾ ജോലി ചെയ്യണം, നല്ലോണം അധ്വാനിക്കണം, കുടുംബത്തെ പോറ്റണം. അതിന് വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്തരിഫ. അല്ലാഹു തആല അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന ആളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. വമൻ കദ്ദ അലാ അയാലിഹി കാന കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് നാടുവിട്ടവൻ, ബഹർ കടന്ന് ജോലി ചെയ്യുന്നവർ, 10, 12, 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. നാട്ടിൽ വേർപ്പൊഴുക്കുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്. സന്തോഷവാർത്തയാണ് മുത്തുനബി നൽകുന്നത്. അവൻ ധീരയോദ്ധാവിൻ്റെ സ്ഥാനത്താണ്, വലിയ പവറാണ്, അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. ജോലി ഒരു ഇബാദത്താണ്. അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ആരുണ്ടാവില്ല പിന്നീട് നമ്മളെ ഹെൽപ്പാക്കാൻ. നമ്മൾ നേടിയെടുക്കണം. പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം. അത് യുവത്വകാലത്ത് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അത് രക്ഷിതാക്കളും കൂടി കടമയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ഓ യുവാക്കളെ, നിങ്ങൾക്ക് കഴിവെത്തിയാൽ, സൗകര്യമുണ്ട്, ആരോഗ്യമുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, എന്നാൽ ഒരു തീയെ ജീവിതത്തിലേക്ക് ചേർക്കൂ, നല്ല ജീവിതം നയിക്കൂ. നിങ്ങളെ തെറ്റിൽ നിന്ന് തടയാൻ ആ വിവാഹം കാരണമാകും. അഗദ്ദുലിൽ ബസർ, നിങ്ങളെ കണ്ണിനെ ചിമ്മിപ്പിക്കൂ, തെറ്റിൽ നിന്നൊക്കെ അതൊക്കെ നിങ്ങളെ മാറ്റി നിർത്തും. വഹ്സനുലിൽ ഫർജ്,
നിങ്ങളുടെ ഗുഹ്യാവയവത്തെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതും തോന്നിവാസങ്ങളിൽ നിന്ന്, വേണ്ടാത്തതിൽ നിന്ന്, വിലക്കിയതിൽ നിന്നൊക്കെ തടയാൻ നിങ്ങളുടെ വിവാഹം അതൊരു സഹായമാകും എന്നുകൂടി പരിശുദ്ധ ദീന് പഠിപ്പിക്കുകയാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ വിവാഹത്തിൻ്റെ പിന്നിലുണ്ടെങ്കിലും അതിൽ ഒന്നാണ്, പ്രധാനപ്പെട്ടവയാണ് ഇതെല്ലാം. അവനെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്. പ്രായമായാൽ യുവാവിൻ്റെ കാലത്ത്, യുവത്വം തുളുമ്പുന്ന സമയത്ത് തന്നെ വിവാഹം ചെയ്യണം. ഇതെല്ലാം പരിശുദ്ധ ദീന് പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങളാണ്. യുവാവായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യുവാവായി ചെയ്താൽ പിന്നീട് അവനക്ക് ചെയ്യാൻ കഴിയാതിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നാണ്. വാർദ്ധക്യ സമയത്ത് ഖേദിക്കേണ്ടി വരില്ല. കാരണം അവൻ ആയ കാലത്ത്, ആവതുണ്ടാകും കാലം എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അവൻ ചെയ്തവനാണ്. അതുകൊണ്ട് ഇപ്പോൾ അവൻ ചെയ്യാൻ കഴിയില്ലെങ്കിലും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്നും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഒരുപാട് നേട്ടങ്ങൾ കൊയ്യണം, വലിയ സ്ഥാനത്തേക്ക് എത്തണം. ഈ യുവത്വം പാഴായി പോകരുത്. നാഥൻ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.